കൂടുമ്പോ നടുവയോടണമെന്നല്ലേ ചൊല്ല്. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കാണ് നമ്മുടെ കോമ്രേഡ്സ്. പുതിയ മാറ്റം തുടങ്ങുന്നത് അങ്ങ് കേന്ദ്രത്തിനോടുള്ള സമീപനത്തിൽ നിന്നാണ്. മോദി സർക്കാർ ഫാസിസ്റ്റ് ഭരണകൂടം അല്ലാന്ന് നമ്മുടെ സഖാക്കള് ഞെട്ടാൻ റെഡി ആയിട്ടിരുന്നോ? പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ശരിക്കും ആരാണ് ഫാസിസ്റ്റ്? BJP ഫാസിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് പുതിയ ചർച്ച. BJP ഫാസിസ്റ്റ് അല്ലാന്ന് ആര് പറഞ്ഞാലും ഞങ്ങളുടെ കോമ്രേഡ്സ് എന്തായാലും പറയില്ല. ബിക്കോസ് കാലങ്ങളായി BJPയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്, ഊണിലും ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കോമ്രേഡ്സ് ആണല്ലോ. ഞങ്ങൾ ഒരിക്കലും BJP ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് വിലയിരുത്തിയിട്ടേയില്ല. ഞാനെന്തീ കേൾക്കണത്? BJP ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ലാന്ന് ബാലൻസ് സഖാവ് പറയേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പോ സഖാവിന് നാക്കുപിഴ വന്നതായിരിക്കും അല്ലേ? കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയി എന്ന് ഒരു ഘട്ടത്തിലും CPM പറഞ്ഞിട്ടില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവർക്കൊക്കെ ഇതെന്താ പറ്റിയത്? BJP ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല, മോദിജി ഫാസിസ്റ്റ് അല്ല എന്നൊക്കെയാണ് എല്ലാ സഖാക്കളും ഒരേ സ്വരത്തിൽ പറയണത്. എല്ലാ സഖാക്കളുടെയും കിളി ഒരുമിച്ച് പോയാ? ഇപ്പോഴും ഫാസിസമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒറ്റ ഉത്തരവുള്ളൂ, എങ്കിൽ ഈ സമരം നടക്കില്ല. അല്ല, ഇത് നമ്മുടെ സഖാക്കളല്ല. നമ്മുടെ സഖാക്കൾ ഇങ്ങനെയല്ല. രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉടച്ചു വാർക്കാവുന്ന ഒരു അർത്ഥം കൂടി ഫാസിസത്തിനുണ്ടല്ലോ. അങ്ങനെയാണ് മോദിജി ഇവിടെ ചെയ്തോണ്ടിരിക്കണെന്നല്ലേ നമ്മുടെ കോമ്രേഡ്സ് ഇത്രയും കാലമായിട്ട് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അതൊന്നുമില്ല. ഇപ്പൊ ഫാസിസം അല്ല, ഫാനാണ്. മോദിജിയുടെ ഫാൻ ബോയ് സംസാരിക്കണ പോലെയല്ലേ ഓരോരുത്തർ സംസാരിക്കണത് കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നുക. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നടക്കുന്ന സമരത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ച് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ ഇപ്പോഴും നമുക്ക് അനുവാദമുണ്ട്. ഇവിടെ പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്താൻ നമുക്ക് അവകാശമില്ലേ? എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഐശ്വര്യം. അവര് നമ്മള് ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത് ശരിയാണോ കൂട്ടുകാരെ? അതുകൊണ്ട് നമ്മുടെ സഖാക്കള് പാർട്ടി കോൺഗ്രസ് കൂടി ആ കരട് രേഖ അങ്ങോട്ട് പാസാക്കി. ഇവിടെയുള്ളത് ഫാസിസ്റ്റ് ഭരണകൂടമല്ല. എങ്ങനെയുണ്ട്? സന്തോഷായില്ലേ? ഇതാണ് ഞങ്ങളുടെ 22ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത്. വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ. 23ാം പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ പറഞ്ഞത് RSSന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ട നടപ്പിലാക്കുന്ന ഗവൺമെന്റ്. 22ാം പാർട്ടി കോൺഗ്രസിലെ തോന്നല് ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ഭരണകൂടം. 23ാം പാർട്ടി കോൺഗ്രസ് ആയപ്പോ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു നയം. 24ാം പാർട്ടി കോൺഗ്രസ് ആയപ്പോഴത്തേക്കും അവര് ഫാസിസ്റ്റേ അല്ലെന്ന്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കോമ്രേഡ്സിന്റെ വിചാരധാര? ചിന്താധാര. CPMനെ സംബന്ധിച്ചിടത്തോളം വസ്തുതയല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ ഭീകരമുഖം RSSന്റെ ഭീകരമുഖവും BJP ഗവൺമെന്റിന്റെ ഭീകരമുഖവും തുറന്നു കാട്ടുന്നതിന് ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തെ സംബന്ധിച്ച ഞങ്ങളുടെ ധാരണയിൽ വരുന്ന തെറ്റാണത്. അപ്പൊ ഇക്കണ്ട കാലൊക്കെ നിങ്ങൾ ഫാസിസം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടായിരുന്നത് വെറുതെ ആയിരുന്ന? വർഗീയ ധ്രുവീകരണത്തിലൂടെ ഫാസിസത്തിന്റെ ഭാഗമായി പാർലമെന്ററി വ്യവസ്ഥ വേണ്ട, മതനിരപേക്ഷത വേണ്ട, പാർലമെന്ററി ജനാധിപത്യം വേണ്ട, ഫെഡറൽ സംവിധാനം വേണ്ട എന്ന് പച്ചയായിട്ട് പറയാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷമായി RSSും BJPയും. അതൊന്നുമില്ലാതെ പിന്നെ എങ്ങനെ? വളരെ വ്യക്തം. അടിമുടി ആയുധവൽക്കരിക്കപ്പെടുന്ന ഫാസിസ്റ്റ് ഭരണകൂട വ്യവസ്ഥ. കണ്ട കുറച്ചു നാൾ മുന്നേ വരെയുള്ള പ്രസംഗം കണ്ട. എന്നിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവാ? ഇതിനെ പ്രതിരോധിക്കാൻ എന്തുട്ട് ക്യാപ്സുള്ളവർക്ക്? ആ കാലമല്ലല്ലോ ഇപ്പോ കാലം മാറി. അന്നത്തെ മുതലാളിത്തമല്ല ഇപ്പോഴത്തെ മുതലാളിത്തം. അപ്പൊ ഇപ്പോഴത്തെ മുതലാളിത്തമായ ആഗോളവൽക്കരണ കാലത്തെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെയാണ് നിയോ ഫാസിസം എന്ന വാക്കിലൂടെ നമ്മൾ പറയുന്നത്. അതായത് കാലം മാറിയില്ലേ? ഇവിടെ ഉള്ളത് ഫാസിസ്റ്റ് ഭരണകൂടമല്ല, നിയോ ഫാസിസ്റ്റ് ഭരണകൂടാണെന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ നമ്മുടെ ജിമാര് പറയണത് കേട്ടില്ലേ? നമ്മുടെ സഖാക്കള് പറയണത് കേട്ടില്ലേ? മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന CPMന്റെ പുതിയ രേഖ ഞങ്ങൾക്കൊരു ഞെട്ടലും ഉണ്ടാക്കുന്നില്ല. കാരണം കാലങ്ങളായിട്ടുള്ള രഹസ്യബന്ധമാണ് ഇപ്പൊ അതിലൂടെ പുറത്തായിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഫാസിസ്റ്റ് ഭരണം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മുടെ കോമ്രേഡ്സിന് കുറെ കാലമായിട്ടുള്ള സംശയമാണല്ലോ. 2016 പ്രകാശ് കാരാട്ട് ഒരു ലേഖനം എഴുതിയതല്ലേ ഇവിടെ ഫാസിസ്റ്റ് ഭരണകൂടം ഒന്നും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അത് വീട് അതാ പറഞ്ഞത്. അതാണല്ലേ അവരുടെ ബന്ധം. കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് പറഞ്ഞ ഏക BJP ഇതര മുഖ്യമന്ത്രി പിണറായി വിജയൻ.
അത് പിന്നെ ഇവിടെ നിലനിൽപ്പും കൂടെ നോക്കണ്ടേ മുരളീധരേട്ടാ? ഓരോ നാട്ടു നടപ്പാവുമ്പോ അങ്ങോട്ട് അനുസരിക്കാൻ, അല്ലാണ്ട് ഇപ്പൊ എന്തൊട്ട് ചെയ്യാ? പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വിമർശനമൊക്കെ CPIM നേതാക്കളുടെ എടുത്താൽ മതിട്ടാ, CPIനെ അതിൽ കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. മോദി സർക്കാർ എന്ന് പറയുന്നതിനെ നയിക്കുന്നത് RSS ആണ്. അത് കൽപ്പിക്കാത്ത ഒന്നുമില്ല സർക്കാരിന്. RSS എന്ന് പറയുന്നത് ഔട്ട് ആൻഡ് ഔട്ട് ഫാസിസ്റ്റ് ആണ്. തെളിയിക്കണം വസ്തുതകൾ വെച്ചുകൊണ്ട്, അല്ലാതെ വായി തോന്നുന്ന പോലെ പറയരുത്. ഈ CPIക്ക് ഇത് എന്താണ്? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഇടം കോലിടുന്നത്? ഇവിടെ ഫാസിസ്റ്റ് ഭരണകൂടം ഇല്ലാന്നും ഞങ്ങളുടെ മോദിജി സ്വേച്ഛാധിപതി എല്ലാം സമ്മതിക്കാൻ എന്താണ് ഇത്ര പാട്? ഞങ്ങളുടെ CPI നേതാക്കൾക്കാവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മതിച്ചൂടെ? ഹിറ്റ്ലർ ഫാസിസത്തെ എന്നും പിന്താങ്ങി പോകുന്ന ആളുകളാണ് അതിൻ്റെ ആദ്യത്തെ വഴികാട്ടികൾ. എന്താ ഫാസിസം? കുട്ടിയെ, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, തർക്കുത്തരം പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്. RSS പൂർണ്ണമായും ഫാസിസ്റ്റാണ്. ആ ഫാസിസ്റ്റ് RSSന്റെ വഴിയെ നയിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഫാസിസ്റ്റായി കാണുന്നു. ഇതൊന്നുമല്ല, ഇത് വസ്തുതയെ, ഒരു സത്യത്തെ വസ്തുതയായിട്ട് കാണും. ഇപ്പൊ പകലാണ് എന്നുള്ളത് നമ്മൾ പകലായിട്ട് കാണണ്ടേ? അല്ല, ഇപ്പോ വൈകുന്നേരമാണ് എന്ന് കണ്ടാ പോയില്ലേ? അപ്പൊ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഇത്ര നാളും മോദി ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നതിന്റെ ഔചിത്യം എന്താണ്? നമ്മൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറയാറില്ല, അത് കോൺഗ്രസ്സുകാരും അറിയാറ് ഫാസിസ്റ്റ് ഗവൺമെന്റ്, താനി ഫാസിസ്റ്റ് ആണെന്ന് പറയാറ്. പിണറായി വിജയനെ സംബന്ധിച്ച് ഫാസിസ്റ്റാണെന്ന് പറയാറില്ലേ? ഇല്ലേ? പ്രതിപക്ഷ നേതാവ് അത് അദ്ദേഹത്തിന് തന്നെ അറിയാലോ, ഫാസിസ്റ്റ് ആയത് കൊണ്ടല്ല, അതൊരു പ്രയോഗം എന്നുള്ള നിലയിൽ പറയുന്നതാണ്. പിണറായി വിജയൻ ഫാസിസ്റ്റ് ആണെന്ന് ഇവിടുത്തെ പ്രതിപക്ഷം പറയാറുള്ളൂ. എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഫാസിസ്റ്റ് ആണോ? അല്ല. അതുപോലെ ഇവിടെ കോംറേഡ്സ് ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും ഒക്കെ ഇവിടുത്തെ ഭരണകൂടത്തിന് ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും പ്രയോഗം മാത്രമാണ്, അല്ലാണ്ട് ഫാസിസ്റ്റ് ആയിട്ടല്ല. എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പറഞ്ഞ തരത്തിലുള്ള വിലയിരുത്തൽ. നിങ്ങളൊക്കെ ഇത്രയും വലിയ ചർച്ച നടത്താൻ 542 സീറ്റിൽ ഒരു സീറ്റാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അല്ല മുരളീധരൻജി, ഇവിടെ കോംറേഡ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പൊ പിന്നെ ഇത്രയും പുച്ഛം വാരി വിതരേണ്ട ആവശ്യമുണ്ടോ? ഇവരുടെ വിലയിരുത്തലിന് ഒരു ഇന്ത്യയിലെ ജനങ്ങൾ 130 കോടി ജനങ്ങൾ അവരെഴുതുന്ന കടലാസിന്റെ വില പോലും അതിന് കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടല്ലേ അവർ പറയുന്ന വിലയിരുത്തലുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. കുറച്ചു നാൾ മുന്നേ ബാലൻ സഖാവ് പറഞ്ഞത് ഓർമ്മില്ലേ? ഇങ്ങനെയാണ് പോക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് ചിഹ്നം നഷ്ടാവും, വല്ല മരപ്പെട്ടി ചിഹ്നത്തിലോ എലിപ്പെട്ടി ചിഹ്നത്തിലോ ഒക്കെ മത്സരിക്കേണ്ടി വരുന്നത്. ഒരു വെറൈറ്റിക്ക് നമുക്ക് ചെന്താമര ചിഹ്നത്തിൽ മത്സരിക്കാമെന്ന് സഖാക്കൾ പറയുമെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇന്ന് കോട്ടയത്ത് 2 നേതാക്കള് പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 പാർട്ടിയിലുള്ള 2 നേതാക്കള്. അൻവർ വരുന്നില്ല. അൻവർ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഞാനൊരു പത്രസമ്മേളനം അവിടെ പറഞ്ഞിട്ടുണ്ട് 11:30 വരും. അൻവർ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്, ഞാൻ വേറെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. സംതിങ് ഫിഷി. അതെ, 2 ആളും കൂടെ സെറ്റുമസ് ആയിട്ടിരിക്കുന്നു. എന്താണ് പാർട്ടി ചാടി കളിക്കണ 2 ആളും കൂടെ പരിപാടി? അൻവരേട്ടൻ പിന്നെ എത്ര തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തിരക്കല്ലേ? സജിയേട്ടൻ എന്താ NDAയുടെ ഘടകകക്ഷിയായിട്ടല്ലേ ഇപ്പൊ പ്രവർത്തിക്കണത്? എങ്ങനെയുണ്ട് NDA ജീവിതം? ഈ 1 വർഷമായി ഒരു NDA യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എടുത്തു, പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. 8-10 മാസമായില്ലേ NDAയുടെ കൂടെ കൂടിയിട്ട്, എന്നിട്ട് ഒരു യോഗത്തിന് ഇതുവരെ പങ്കെടുത്തില്ലേ? അതെന്ത് പറ്റിയാവോ? NDAയുടെ ഭാഗത്ത് നിന്ന് അതിന് മതിയായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NDAയുടെ സംരക്ഷണം കിട്ടിയില്ല അല്ലേ? സംരക്ഷണം കിട്ടാത്തതിന്റെയും കയറി നിൽക്കാൻ ഒരു മുന്നണിയുടെ കൂരയില്ലാത്തതിന്റെയും സങ്കടം ഇവിടെ അൻവരേട്ടന് വേഗം മനസ്സിലാവും. ചെന്ന് അൻവരേട്ടന്റെ അടുത്ത് മനസ്സ് ഓർക്കും. വരും കാലങ്ങളിൽ ഞങ്ങളുടെ എല്ലാവിധമായ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ബഹുമാനപ്പെട്ട PV അൻവർ അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. അപ്പോഴത്തേക്ക് നിങ്ങൾ അടുത്ത പാർട്ടിയിലേക്ക് എത്തിയ നിങ്ങൾ ആളൊരു കില്ലാടിയാണല്ലോ. അന്ന് NDA എന്ന് കേട്ടപ്പോഴത്തേക്കും ഓടിച്ചാടി വന്ന തുഷാർ വെള്ളപ്പള്ളി ഇതെങ്ങനെ സഹിക്കും സത്യേട്ടാ? കെ സുരേന്ദ്രനുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം. അദ്ദേഹം നല്ല, എനിക്ക് തോന്നുന്നു BJP ഒരു മനുഷ്യപ്പെട്ടുള്ള ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ എന്നാണ് എന്റെ ഒരു വിശ്വാസം. NDA യോഗങ്ങളിൽ വിളിച്ചില്ല കെ സുരേന്ദ്രൻ മനുഷ്യപ്പറ്റുള്ള നേതാവാണെന്ന്. അൻവരേട്ടാ ഒന്ന് സൂക്ഷിച്ചോട്ടാ, അല്ല ചാടിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട് എന്ന് പറയായിരുന്നു. വേഗം പിടിച്ചിട്ട് ഇനി ചേർത്തോ. സജിയേട്ടാ, യു ആർ ട്രാപ്ഡ്. ഇനി അവിടെ നിന്ന് ഒരു മോചനമില്ലേ മക്കളെ? ഇനി എങ്ങാനും എന്തെങ്കിലും വെളച്ചിലെടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ ഞങ്ങളുടെ അൻവരേട്ടന്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കും, പറഞ്ഞേക്കാം. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും. തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല.
കണ്ണീരും കിനാവുമായി പാത്തുകൾ തോറും കേറി ഇറങ്ങി നടന്ന രണ്ട് ജീവബിന്ദുക്കൾ അങ്ങനെ ഒരുമിക്കാണ് സുഹൃത്തുക്കളെ, ഒരുമിക്കാണ്. രണ്ടാളും കൂടി ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, ആരൊക്കെ ചാക്കിട്ട് പിടിക്കുന്നു, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലെ ആരെങ്കിലും ഒക്കെ വരാണ്ടിരിക്കില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ട്ടാ.